ഫീഡ്ബാക്ക് ഇല്ലാത്തത് കൊണ്ട് യു ക്യാൻ either ask from there. അവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. രണ്ട് ഇവിടെ പറഞ്ഞ ഒരു പ്രപ്പോസൽ സ്പോർട്സിന്റെ എൻഹാൻസ് ചെയ്യുക, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കുക. നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, എത്ര പ്രോജക്റ്റ് ഉണ്ട് അതിനുള്ള ഫൈനാൻസ് നമ്മൾ എങ്ങനെ റേസ് ചെയ്തെടുക്കും, അതിനുള്ള പ്ലാനുകൾ എങ്ങനെ ഉണ്ടാക്കും. മണിയില്ലാതെ ഒരു പ്രോജക്റ്റ് അവിടെ നടക്കുക, സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുക, അതെങ്ങനെ ഇന്റേണലായിട്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ ഉള്ള ഒരു പ്ലാനിങ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടി ഈ പരിപാടി പറയാനുള്ള കാരണം എന്തായിരിക്കും വിചാരിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ. കാരണം നിങ്ങൾക്ക് സാധിക്കാത്ത ഒന്നുമില്ല. ഞാനിപ്പോ ദുബായി പോയി ഇത് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഒരാളെ 7 ഏക്കർ ഇങ്ങോട്ട് എന്റെ മണ്ഡലത്തിൽ പുതുപ്പള്ളിയിൽ തന്നെ 7 ഏക്കറിൽ 18 വരുമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ 18 ഇല്ലാതായി. എൻ്റെ അടുത്ത് പറഞ്ഞു 7 ഏക്കർ സ്ഥലം അവര് ഡെവലപ്പ് ചെയ്യാൻ റെഡിയായിട്ട് വന്ന് അവര് ഫുൾ ഫോഴ്സിൽ അത് തുടങ്ങാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഐഡിയ ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രതീക്ഷ, കാരണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പ്രവാസികളാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ ശക്തി. അപ്പൊ പ്രവാസികൾ ഒരു ഐഡിയ ഞാൻ പങ്കുവെച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് 7 ഏക്കർ ഡെവലപ്പ് ചെയ്യാമെന്നും അവിടെ സ്പോർട്ടിംഗ് സെന്റർ ആക്കാമെന്നും ഏതൊക്കെ സ്പോർട്സ് വേണമെന്ന് എന്നോട് ചോദിക്കുക. അതേ കാര്യം ഞാൻ മറ്റൊരാളത്ത് ഷെയർ ചെയ്തപ്പോ ആ ഷെയർ ചെയ്ത വ്യക്തി അവരുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടിൽ തരാന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയുള്ള ഇങ്ങനെ ഷെയർ ചെയ്തു നമ്മുടെ പ്രവാസികൾ എഫേർട്ട് എടുത്തിട്ടുമാണ്. ഞാൻ യാത്ര ചെയ്യുന്നതിന്റെ ഒരു കാരണം അതാണ്. യാത്ര ചെയ്യുമ്പോൾ ആൾക്കാരെ യാത്ര ചെയ്തിട്ടില്ല, പക്ഷെ നമുക്കിപ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് എടുക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ റെഡിയാണ്. ഞാനൊരു ഓഫർ ചെയ്യാൻ തരാം. 1 ഏക്കർ സ്ഥലം ഞാൻ പല രാജ്യങ്ങളിലും പോയി, പല രാജ്യത്തും പോയി ഞാൻ ഓഫർ ചെയ്തു. ഒരാൾ ഏറ്റെടുത്തിട്ടില്ല, ഹോമോ പോലും ഏറ്റെടുത്തു. 1 ഏക്കർ സ്ഥലം കൊടുക്കാം, അവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യാൻ റെഡിയാവുമെന്ന് ചോദിച്ചിട്ട് ഇതുവരെ എനിക്ക് വലിയൊരു വിഷമമാണ്. ഒരാളും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കിട്ടിയ ഒരു സ്ഥലമാണ് 1 ഏക്കർ സ്ഥലം. അപ്പൊ അങ്ങനെ ഓഫേഴ്സ് ഞാൻ മുന്നോട്ട് പോകുക. സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കുക. ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ പണിയാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പറ്റുന്ന ഇൻഡസ്ട്രി ഒന്ന് അത്രയും ജോലി ഉണ്ടാകട്ടെ എന്നുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ട്. പക്ഷെ ഇതുവരെ നമ്മുടെ ആൾക്കാരും അങ്ങനെ എടുത്തിട്ട്, പക്ഷെ ഇങ്ങനെ ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. പ്രവാസികൾ വിചാരിച്ചാൽ മാത്രമേ അവിടെ ഓടത്തുള്ളൂ എന്ന് എനിക്കൊരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അതിനും കൂടി എംഫസിസ് ഞാനിവിടെ കൊടുക്കാനുള്ള കാരണം. ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ നല്ല പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അയർക്കുന്നം മഞ്ഞമറ്റം ബ്ലാക്ക് ഔട്ടർ ഭാഗത്ത് എൻ്റെ അളിയൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നപ്പോൾ ഞാനവിടെ സംസാരിച്ചിട്ടുണ്ട്. അവിടെ പല പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂയോർക്കിൽ വെച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറ് കോൺഗ്രസ്സുകാരുടെ കൂടെ. എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് ഒരു മുഖ്യമന്ത്രി ആയാൽ, ഒരവസരം കിട്ടിയാൽ ഈ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രവാസികൾ ഞങ്ങൾ ഇവിടെ ഒത്തിരി പേര് കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ട്. നാട്ടിൽ വന്നാലും അവിടെ പ്രശ്നമാണ്. അവിടെ ഞങ്ങളുടെ പല പ്രോപ്പർട്ടികളൊക്കെ പിള്ളേർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പ്രവാസികൾക്ക്? അല്ല, ആ ക്വസ്റ്റ്യൻ ഹൈപ്പോത്തറ്റിക്കൽ ആയതുകൊണ്ട് എനിക്കൊന്നും അതിന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഒരാൾ അനുഭവിച്ചുകൊണ്ട് എനിക്ക് ഇതിന് താല്പര്യമില്ല. എൻ്റെ പേര് അജി, ഞാൻ കോതമംഗലത്താണ് നാട്ടിൽ. ഇതിൻ്റെ ബേസിക് ക്വസ്റ്റ്യനാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കതറൊക്കെ തേച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഇപ്പൊ അങ്ങനെ അധികം, അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും അങ്ങനെ വരുന്നില്ല.
അപ്പൊ അതിന് നമുക്ക് എന്താണ് നിങ്ങളൊരു യുവ രാഷ്ട്രീയ നേതാക്കൾക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത്, അതുപോലെ നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അങ്ങനെ വരാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തെറ്റായ രീതിയിലൊരു പൊക്കാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇപ്പോൾ കൂടുതൽ എല്ലാവരും കൂടുതൽ ജോലി പിന്നെ അതിൻ്റെ കൂടെ പാരലായിട്ട് രാഷ്ട്രീയം കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പം അതിന് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു. എനിക്ക് തോന്നുന്നു എന്റെ ജനറേഷൻ തൊട്ട് എന്റെ ജനറേഷൻ ഞാൻ കണ്ടൊരു കാര്യം, എന്റെ സ്കൂളിൽ ഒരാൾ പോലും പൊളിറ്റിക്സ് താല്പര്യമുള്ളതായിട്ട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാനൊഴിച്ചു എന്റെ സ്കൂളിൽ അത്രയും കുട്ടികൾ പഠിക്കുന്ന അനുഭവം എന്റെ ക്ലാസ്സിൽ നിന്നൊക്കെ 50 കുട്ടികൾ പഠിക്കുന്നിടത്ത് ഞാൻ മാത്രമാണ് ഇൻട്രസ്റ്റ് പറഞ്ഞത്. ആ സ്കൂളിൽ എന്റെ ഓർമ്മയിൽ ആരും പൊളിറ്റിക്സിൽ വന്നിട്ടുമില്ല, ആരും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുമില്ല. അതിനു മുമ്പുള്ള തലമുറ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ ഒരു തലമുറയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. മാത്രമല്ല നിങ്ങളെല്ലാം ഇവിടെ വരികയും ചെയ്തു. നല്ല രാഷ്ട്രീയക്കാരാൻ പറ്റുന്ന പലരും ഇരിപ്പുണ്ട്. എല്ലാരും ഇങ്ങോട്ട് വരികയും ചെയ്യും. കാരണം ഇപ്പൊ ഞാൻ പ്രവാസികൾ വേണ്ട എന്ന് പറയാനുള്ള കാരണം ലീഡേഴ്സിന്റെ അഭാവം തന്നെയാണ്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ കാനഡയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ദയവ് ചെയ്ത് നാട്ടിൽ പറയണം ആരെയും കൊണ്ടുവരും. ഞാൻ തന്നെ കടം മേടിച്ചിട്ട് വന്നിട്ട് അവിടെ കരക്കാനാവോ? വോട്ട് യു സേ? പ്രവാസികളുടെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ, കടം മേടിച്ചിട്ട് കടക്കാരാവുക. അവിടെ നിൽക്കാനും വില, ഇവിടെ നിൽക്കാനും വില. ഇപ്പൊ പ്രവാസികളുടെ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എന്താ നമ്മുടെ ചെറുപ്പക്കാരെ ആ പ്രവാസത്തിലേക്ക് തള്ളിവിടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഇപ്പം നാട്ടിൽ നിന്നാൽ ഇവിടെ പറഞ്ഞ പ്രോബ്ലം, പ്രവാസികളുടെ പ്രോപ്പർട്ടീസ് ബിസിനസ് ആരും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്ത സാഹചര്യം. ഞാൻ പറഞ്ഞത് ഞാൻ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും പലരും താല്പര്യം കാണിക്കുന്നില്ല. കാരണം പ്രവാസികൾക്ക് പേടി അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടും. പക്ഷെ ആ ഭയം മാറ്റുവാനുള്ള സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് അതിനകത്ത് ഒരു പ്രശ്നം നമുക്ക് ഫാക്ട് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്കൂളുകളിൽ പൊളിറ്റിക്സ് നിർവഹിച്ചു തന്നെയാണ്, കോളേജുകളിൽ പൊളിറ്റിക്സ് നിർവഹിച്ചതാണ്. കോളേജുകൾ അരാഷ്ട്രീയവാദം കടന്നു വരികയാണ്, എന്താ പറയാ വർഗീയത കടന്നു വരിക. ഒരു സമയത്ത് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്തിരുന്ന കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ ഇപ്പം മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വേർതിരിയപ്പെടുകയാണ്. അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികൾ വരിക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ വരിക. അപ്പൊ അങ്ങനെ ഒരു ഫാക്ട് കൂടി ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇച്ചൂടൊരു പൊളിറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരുവാൻ രാഷ്ട്രീയക്കാരെ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു വികസനത്തിന്റെ ഒരു എന്താ പറയുക രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. ആര് ഭരിച്ചാലും അവിടെയാണ് ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ആര് ഭരിച്ചാലും രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ബെനിഫിറ്റ് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇത് ഒരാൾ ഭരിക്കുമ്പോൾ മറ്റൊരാൾ എതിർക്കുകയും ഒന്നും നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനം പുറകോട്ടാ പോകുന്നത്. നമ്മൾ കേരളം എവിടെ എത്തണ്ടേ? നമ്മളാണ് ഫസ്റ്റ് IT പാർക്ക് തുടങ്ങിയത്. IT പാർക്ക് തുടങ്ങി നമ്മളിപ്പോ എവിടെ ബാക്കിയുള്ള സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യും. 1 lakh crores ആണ് ബാംഗ്ലൂരിന്റെയും ഹൈദരാബാദിന്റെയും ഒക്കെ IT രംഗം. നമ്മുടെ നാടോ? അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പൊളിറ്റിക്സിനപ്പുറം നാടിന്റെ വികസനം ഉറപ്പാക്കണം. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ നിൽക്കണം. ആ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയം അതനുസരിച്ച് മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി രാഷ്ട്രീയ പ്രവർത്തകർ ശ്രമിക്കണം. അതുപോലെ തന്നെ സ്കൂൾ മുതൽ അതിനൊരു അവയർനെസ് കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. സ്കൂൾ രംഗത്ത് രാഷ്ട്രീയമാവുന്നതിന് ഒരു തെറ്റുമില്ല എന്നുള്ള കാഴ്ചപ്പാട് എനിക്കുള്ളത്. അതായിരിക്കും ഒരു സൊല്യൂഷൻ. ഒരു പോയിന്റ് കൂടി നമ്മള് പ്രവാസം എന്ന് പറയുന്നത് ഗ്ലോബലൈസ്ഡ് എക്കണോമിയില് ഇപ്പൊ നമ്മൾ പണ്ട് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു ലാഘവമേ ഉള്ളൂ ഇപ്പൊ US അല്ലെങ്കിൽ UK പോയി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ കുട്ടികൾ പോയി പഠിക്കുക, തിരിച്ച് കേരളത്തിലേക്ക് വരിക, അങ്ങനത്തെ ഒരു ഇതോ അല്ലെങ്കിൽ ജോലി ചെയ്യുക, തിരിച്ച് കേരളത്തിൽ വരിക, ആ ഒരു അറ്റ്മോസ്ഫിയർ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി. പക്ഷെ പ്രവാസം എന്ന് പറയുമ്പോൾ ശരിക്കും അതാണോ നടക്കണേ? US നല്ലൊരു ജോലിയാണെങ്കിൽ ഞാൻ നോ പറയില്ല. നല്ലൊരു എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഞാൻ നോ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്കില്ലിൽ പോയപ്പോൾ നമുക്കൊരാളെ കാണാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരാള് ഹൈ പ്ലേസിൽ നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ പ്രശ്നം എന്താ? തട്ടിപ്പ് പറ്റുക. പല ചെറുപ്പക്കാർക്കും അവർക്ക് പ്രവാസത്തിലേക്ക് പോയി കാശുണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തട്ടിപ്പിൽ പെടുകയാണ്. ആൾക്കാര് എത്ര പേര് എന്നെ വിളിക്കുന്നു, ആഴ്ചയിൽ 1-2 കേസുകൾ എന്റെ അടുത്ത് വരാറുണ്ട്. ഇന്ന കമ്പനി കാശ് മേടിച്ചു,
വിദേശത്തേക്ക് വിടാന്ന് പറഞ്ഞു, കാശ് തരുന്നില്ല, വിദേശമില്ല. അത് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടായിരുന്നെങ്കിൽ, ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ നാട്ടിൽ തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നഴ്സുമാർക്ക് ഇവിടെ കിട്ടുന്ന റേറ്റാണോ അവിടെ സാലറി കിട്ടുന്നത്? ഞാൻ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറാൻ സമയമായി. പക്ഷെ അവിടെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. അപ്പം കേരളത്തിൽ തന്നെ സാഹചര്യം ഒരുക്കണം. നമുക്കിനി ലോകത്തിലേക്ക് പോവുകയല്ല, ലോകത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനുള്ള ഒരു ബിസിനസ് സാഹചര്യം ഉണ്ടാക്കുക, നമ്മുടെ ബിസിനസ് കൾച്ചർ മാറ്റുക, നമ്മുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി മാറ്റുക. പൊളിറ്റിക്കൽ പാർട്ടീസ് മനസ്സിലാക്കേണ്ട അനിവാര്യതയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡെവലപ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, റോഡുകളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് മോഡിലേക്ക് കേരളത്തെ മാറ്റുവാൻ സമയമായി കഴിഞ്ഞു. വിഴിഞ്ഞം അതിനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. വേൾഡ് നമ്മളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ തുടക്കമാണ്. അതിനെ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടുത്തെ അവർ പൊയ്ക്കോട്ടെ, വിദേശത്ത് പോയി നല്ല പഠനം ഉണ്ടെങ്കിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ പഠിച്ച് അവിടെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ അബദ്ധത്തിൽ പെടുവാൻ, ചതിയിൽ പെടുവാൻ പാടില്ല എന്നുള്ളതാണ്. കേരള സംസ്ഥാനത്തിനാണ് ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനം. ഈ കടബാധ്യത എങ്ങനെ തീർക്കും? അങ്ങനെ ഏതായാലും കടം മേടിച്ചവർക്ക് എപ്പോഴായാലും തിരിച്ചു കൊടുക്കണം. ഇത് എന്തിന്റെ സംവിധാനം എന്താണ്? അല്ല, കടം സർക്കാരിന്റെ കടം വലിയ ഒരു ബാധ്യതയായിട്ട് തന്നെ നിൽക്കുന്നതാണ്. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഇരട്ടിയായിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും തീർക്കാനുള്ള സാഹചര്യം ഇപ്പൊ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇൻഡസ്ട്രീസ് പുതിയതായിട്ട് ഇഷ്ടംപോലെ വരുന്നതാണ്. ലൈക്ക് പെട്രോൾ കെമിക്കൽ റിഫൈനറീസ്, പുതിയ വലിയ പമ്പുകൾ. ഫോർ എക്സാമ്പിൾ നയരാൻ പറഞ്ഞ അവിടെ ഇവിടെയെല്ലാം ഓരോ പെട്രോൾ പമ്പുകൾ, അത് റഷ്യയുടെയാണ്. നമ്മുടെ കേരളത്തിലുള്ള എത്രയൊക്കെ അറിയാമെന്നറിയില്ല. അപ്പം റഷ്യയുടെ 40% ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. റഷ്യൻ കമ്പനിയാണെങ്കിൽ 60% നോർത്ത് ഇന്ത്യൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 16,000 കോടി രൂപ മുടക്കി പുതിയ റിഫൈനറി ഇന്ത്യ വരാൻ പോകും. അതുകൊണ്ടാണ് റഷ്യ നമ്മുടെ ക്രൂഡിനെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വെള്ളം ഉള്ള ഏരിയയാണ്. എന്നാലും നമുക്ക് കേരളത്തിൽ സീ ഷോറുകളൊക്കെ വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്കിപ്പോൾ ഉള്ള FICT അല്ലെങ്കിൽ 1-2 ചെറിയ കെമിക്കൽ ഫാക്ടറിയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സാധ്യതകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം. നമുക്ക് ആവശ്യമുണ്ട്, വെള്ളമുണ്ട്. ഈ കേരളത്തിലുള്ള എഞ്ചിനീയേഴ്സൊക്കെ തന്നെയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഈ പൊസിഷനിലിരിക്കുന്ന പലരും. എന്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ എൻകറേജ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിയാത്തത്? ഒരു കെമിക്കൽ പ്ലാന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ക്രാക്കർ ആണെങ്കിലും അതിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സും എല്ലാ പ്ലാസ്റ്റിക്കും ഗ്രാനുവൽസും ഇത് മുഴുവൻ നമ്മൾ സൗദിയിൽ നിന്നും കുവൈറ്റിൽ നിന്നും സാബിക്കിൽ നിന്നും ഇക്വേറ്റ് കുവൈറ്റിൽ നിന്നും ഒക്കെ നമ്മൾ ഇന്ന് മേടിക്കുകയാണ്. എന്നാൽ ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഈ ക്രൂഡ് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു 3,000 ആൾക്കാർക്ക് ജോലി, അതുമായിട്ട് ബന്ധപ്പെട്ട ഈ വസ്ത്രവും മെഡിക്കലും എല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട്. റോഡിച്ചാണെങ്കിൽ ഞാൻ ഇപ്പം എനിക്ക് 55 വയസ്സാകുന്നു. ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഈ പറയുന്ന ചെറിയ റിഫൈനറി കെമിക്കൽ പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് കേരളം. എന്തുകൊണ്ടാണ് ആ തരത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയാത്തത്? മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇത് അധികമായിട്ട് എൻകറേജ് ചെയ്യുന്നു, ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ പല കാര്യങ്ങൾ പറയും. അതിനുള്ള സാധ്യതകൾ ഈ വരും ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കെമിക്കൽ പ്ലാന്റിലൊക്കെ ഒരു സീനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ആവറേജ് 6 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ ഇന്ത്യ സാലറി. റിലയൻസിൽ ഒരു മാസം 27 ലക്ഷം രൂപ സാലറി മേടിക്കുന്നതാണ്. 27 ലക്ഷം ജാമനഗർ. 13 ലക്ഷം മേടിക്കുന്ന മലയാളിയും ഉണ്ട് ഈ ജാമനഗറിലെ കെമിക്കൽ പ്ലാന്റ്. അപ്പം എൻ്റെ സാധ്യതകളാണ് അതിൻ്റെ പൈസ, ആ പേയ്മെന്റ് ആണെങ്കിലും. അപ്പം നമ്മൾ കേരളത്തിൽ ഈ തരത്തിലൊന്നും ചിന്തിക്കാതെ ഈ കള്ളുഷാപ്പുകളെല്ലാം തുടങ്ങി ഇത്ര ഷാപ്പ് ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ്. അതിന്റെ പിന്നെ ഈ കള്ള ലോട്ടറി വിറ്റ് പിന്നെ മാക്സിമം ഡ്രഗ്സ് ഇപ്പം പിള്ളേർക്ക് കൊടുത്ത് ഇങ്ങനെ അതൊക്കെ നല്ല ഇത് ഇത് സാറിന് അറിയാമല്ലോ, UAE ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ എവിടെയാണ് ഈ രാജ്യത്ത് വന്നിരിക്കുന്നത്. ഇവിടുത്തെ നല്ല CPIക്കാരും എഞ്ചിനീയേഴ്സും പലരും ഗൾഫിലാണെങ്കിലും ദുബൈ, അബുദാബിയൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ ബ്രെയിനുണ്ട്. ഇങ്ങനെ ഇത്രയും സാധ്യതയുള്ള പിള്ളേർക്ക് ഈ സാധ്യതയെല്ലാം നശിപ്പിച്ചുള്ള ഈ ഒരു സാധനത്തിൽ ഒരു മാറ്റം ഇതുപോലെ ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്താൽ
നമുക്ക് ഇതിനൊക്കെ വെള്ളവും ഇലക്ട്രിസിറ്റി സെൽഫായിട്ട് തന്നെ പ്ലാന്റുകൾ ഉണ്ടാക്കുക. നമ്മൾ കറണ്ടൊന്നും കൊടുക്കണ്ട, പ്ലാന്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തരത്തിലൊരു പ്രപ്പോസലൊക്കെ മുമ്പോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരു 400 പേരെ ഒരു പ്ലാന്റിൽ, ഞാൻ ഒരാളെ 500 പേഴ്സിന്റെ സാധ്യത ഞാൻ പറഞ്ഞു, 5 ലക്ഷം രൂപ സാലറി, ഒരു 5 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കിട്ടിയാൽ അവരാരും കേരളം എടുത്ത് നല്ല പ്രൊഫൈലുമായിട്ട് ജീവിതം നയിക്കാൻ പറ്റും. അപ്പം എന്തുകൊണ്ടാണ് ഗവൺമെന്റോ നമ്മുടെ പ്രതിനിധികൾ ഈ തരത്തിലൊന്ന് ചിന്തിക്കുന്നത്? ഈ ഒരു പ്രതിസന്ധിയിലോട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ UK-ലൊക്കെ ഒത്തിരി പിള്ളേർ പഠിക്കാൻ പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അത്യാവശ്യം അറിയാമല്ലോ അവിടുത്തെ സിറ്റുവേഷൻ ആണ്, പഠിത്തമാണോ എന്താണെന്നത് നമുക്കറിയാം. അപ്പം സാറിന് എന്താണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യം കൂടി ചോദിച്ചല്ലോ, അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴൊന്നും നമുക്ക് തിരിച്ചടയ്ക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് റവന്യൂ ഇൻകം സോഴ്സ് ഇല്ല. ഇൻകം ഉണ്ടെങ്കിൽ കടം തീർക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ബിസിനസ് കൾച്ചറുണ്ട്, കൾച്ചറില്ല. നമുക്കുള്ള കൾച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരൻ എന്തോ കുറ്റക്കാരൻ ചെയ്ത മട്ടിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ള ആറ്റിറ്റ്യൂഡ് നിൽക്കുന്നത്. നമുക്ക് സ്ഥാപനങ്ങളുണ്ട്, നല്ല സ്റ്റോറീസ് ഉള്ള സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ അത് പരിമിതമാണ്. നമുക്കൊരു ബിസിനസ് കൾച്ചർ ഇല്ല എന്നുള്ളത് ഫാക്റ്റാണ്. നമുക്ക് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി പറ്റുമോ എന്നുള്ളത് കേരളത്തിൽ സാധ്യത സംശയകരമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ ഒരു എന്താ പറയുക, ഒരു ഫാക്ടറിയിൽ ഒരു പ്രശ്നം വരികയും അത് അടച്ചു കൊടുക്കേണ്ട സാഹചര്യം അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതൊരു സാധ്യത നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് വേണ്ടത് നമുക്ക് രണ്ട് എന്താ പറയുക, ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, ലേബറിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. രണ്ടും എക്സ്ട്രീം ആയ പ്രശ്നമാണ്. ഇൻഡസ്ട്രിയെ മാത്രം ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലേബേഴ്സിനെ കൂടെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ, അവരുടെ ഇൻട്രസ്റ്റ് കൂടെ ടേക്ക് ചെയ്താൽ മാത്രമേ ഇൻഡസ്ട്രി ട്രാവൽ ചെയ്യുള്ളൂ. പക്ഷെ ലേബറിന്റെ മാത്രം ഇൻട്രസ്റ്റ് ആയാലോ? ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു നോക്കുകൂലിയുടെ കണ്ടു, കുറെ ചെറുപ്പക്കാരെന്തോ ഒരു ഇൻഡസ്ട്രി ഒരു സ്ഥാപനം തുടങ്ങുമായിരുന്നു. അപ്പൊ അവര് തന്നെ സാധനം എടുത്ത് മാറ്റിയപ്പോൾ അവിടെ ഒരു പ്രശ്നമായിട്ട് കുറെ ആൾക്കാർ വന്നു, നോക്കുകൂലി തരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകും, ഇത് പൊട്ടിയാൽ ഞങ്ങൾക്കാണ് നഷ്ടം വരിക എന്ന് പറഞ്ഞു. അപ്പം അവിടെ ആരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും? അപ്പൊ ആ ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റ് അവിടെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. അതേസമയം നമ്മുടെ സംസ്ഥാനത്തെ കൾച്ചർ, രാഷ്ട്രീയ കൾച്ചർ, അതുപോലെ തന്നെ ബിസിനസ് കൾച്ചർ അനുവദിക്കുക, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒരു രീതി വെച്ച് പലപ്പോഴും അനുവദിക്കാത്ത സാഹചര്യം. അപ്പൊ ആ കൾച്ചറിലാണ് നമുക്ക് ഫസ്റ്റ് മാറ്റം കൊണ്ടുവരേണ്ടത്. പിന്നെ ഹെവി ഇൻഡസ്ട്രീസ് ഇപ്പോഴും കേരളത്തിന് പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ട്. നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ പല ധാതു സമ്പത്തും, ആ ധാതു സമ്പത്ത്